ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി ഒരു നാൾ മാത്രം. കോവലനെ വധിക്കുന്ന ഭാഗമാണ് തോറ്റപ്പാട്ടുകാർ ഇന്ന് പാടുക. ദുഃഖസൂചകമായി ക്ഷേത്രനട ഇന്ന് വൈകി മാത്രമേ തുറക്കൂ. ആറ്റുകാലിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഇന്ന് 7 മണിക്ക് വൈകി 7-7:30 സമയത്താണ് നട തുറക്കുക എന്ന് നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് അറിയിപ്പുണ്ടായിരുന്നതാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഈ പൊങ്കാലയ്ക്ക് എത്താൻ കഴിയാത്തവരൊക്കെയും ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. പക്ഷേ ഈ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ പൊങ്കാല ഒരുക്കങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളാണോ? ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് വന്ന് തമ്പടിക്കുന്ന ആളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. എന്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ? നമസ്തേ വീണ, ഞാൻ ആറ്റുകാൽ ദേവി ക്ഷേത്ര നടയിൽ നിന്നുമാണ് ഇന്ന് ചേരുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒൻപതാം ദിവസം, അതായത് ഇനി 2 ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉള്ളത്. ഇന്ന് നട വൈകിയേ തുറക്കുള്ളൂ. ഇന്നിപ്പോൾ 7 മണിയായി. തോറ്റംപാട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണകി ചരിത പ്രകാരം ദേവിയുടെ ഭർത്താവായ കോവലനെ പാണ്ഡ്യരാജാവ് വധിക്കുന്ന ഭാഗമാണ് ഇന്ന് തോറ്റംപാട്ടായിട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രനടയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖദിനമാണ്. 7-7:30 മണിക്ക് മാത്രമേ ഇന്ന് ക്ഷേത്രനട തുറക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ നിരവധി ആളുകളാണ് ഈ 7:30 മണിക്ക് ശേഷം ദേവിയെ കാണാനും അനുഗ്രഹം തേടാനുമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നത്. 7 മണിക്ക് തന്നെ കൊന്നുതോറ്റം പാട്ട് ആരംഭിച്ചിട്ടുണ്ട്. ദേവി, നമുക്കറിയാം, കണ്ണകി ചരിത്ര പ്രകാരം പാണ്ഡ്യരാജാവ് ദേവി ഭർത്താവായിട്ടുള്ള കോവലനെ ഈ മോഷണക്കുറ്റം ആരോപിച്ച് വധിക്കുന്ന ദിവസമാണെന്ന്. 5-ാം ദിവസമായ കഴിഞ്ഞ 5-ാം ദിവസമായിരുന്നു ദേവിയുടെ വിവാഹം. വിവാഹശേഷം ഇരുവരുടെ യാത്രയും കാവേരി പട്ടണത്തെ ജീവിതവും അതോടൊപ്പം തന്നെ അവിടെ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും ഒക്കെയാണ് ഈ 2 ദിവസം തോറ്റംപാട്ടായി പാടിയത്. ഇന്ന് ദേവിയുടെ ഭർത്താവായ കോവലനെ പാണ്ഡ്യരാജാവ് വധിക്കുന്ന ഭാഗമാണ്. 7 മണിയോടുകൂടി തന്നെ തോറ്റംപാട്ട് ആരംഭിച്ചിട്ടുണ്ട്. 7:30 മണിക്ക് നട തുറക്കുന്ന ചടങ്ങുകളാണ്. അതിനുശേഷം ഇന്ന് പതിവ് പൂജകളൊക്കെ, രാവിലത്തെ പതിവ് പൂജകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് ഈ കോവല ചരിതത്തിൽ കോവലനെ വധിക്കുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഇന്ന് ക്ഷേത്ര നടയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖമുള്ളൊരു ദിവസമാണ്. അതിലുപരി തന്നെ ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ബാക്കിയുള്ളത്. ഇന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളൊക്കെ ഇവിടേക്ക് എത്തി ക്ഷേത്ര പരിസരത്തും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ചുറ്റളവിനുള്ളിലൊക്കെ അടുപ്പ് കൂട്ടുകയും അതോടൊപ്പം തന്നെ ഈ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഒക്കെ നേരത്തെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇന്ന് ആറ്റുകാൽ ദേവീക്ഷേത്ര നടയിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അന്യസംസ്ഥാനത്തു നിന്നുൾപ്പെടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ദേവിയെ കാണാനും ക്ഷേത്ര ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് അന്യ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേക പാർക്കിംഗ് സൗകര്യം അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് എന്തെങ്കിലും ഹെൽത്ത് എമർജൻസി വന്നാൽ അതിന് പരിഹരിക്കാനുള്ള സംവിധാനം, അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, കേരള പോലീസിൻ്റെയൊക്കെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസങ്ങൾ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ പതിവിലും വിപരീതമായിട്ടുള്ളൊരു തിരക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രനടയിലുണ്ട്. വളരെ നിശബ്ദമായിട്ട് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ദേവിയെ കാണാനായിട്ട് ഇവിടെ, അല്ലെങ്കിൽ ദേവി അനുഗ്രഹം തേടാനായിട്ട് ഭക്തർ എത്തിയിട്ടുള്ളത്. തോറ്റംപാട്ട് 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കൊന്നുതോറ്റാണ്. അപ്പോൾ കൊന്നുതോറ്റ് നേരത്തെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 7:30 മണിയോടുകൂടി കൊന്നുതോറ്റിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ശുദ്ധി, അതായത് മരണം നടന്ന വീടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ശുദ്ധി ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആളുകളെ കയറ്റിവിടും, അല്ലെങ്കിൽ ഭക്തരെ കയറ്റിവിടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അകത്തെ നട തുറന്നിട്ടുണ്ട്. പുറത്തു നിന്നും ആളുകളെ കാത്തു നിൽക്കുന്ന, ക്യൂവിൽ നിൽക്കുന്ന ഭക്തരെ കയറ്റിവിടാനുള്ള നടപടി കയറ്റിവിടാൻ ആരംഭിച്ചിട്ടുണ്ട്. കാരണം 7:30 മണിക്ക് നട തുറക്കും. വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടും. കാരണം ഇന്ന് വളരെ വൈകിയാണ് ഇന്ന് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 7-ാം ദിവസ ഉത്സവമാണ്. ഇന്ന് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും ഒരുക്കിയിട്ടില്ല. കാരണം ഒരു ദുഃഖസൂചകമായിട്ട് പോകുന്ന ദിനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും ഇന്നിവിടെ ഒരുക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കുത്തിയോട്ടക്കാർ വന്ന് കുത്തിയോട്ടത്തിൽ നിൽക്കുന്ന ബാലന്മാർ കുളിച്ചതിന് ശേഷം മാത്രമേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ
സൂചിപ്പിച്ചതുപോലെ തന്നെ കുത്തിയോട്ട ഭഗവാൻ ദേവീ ഭടന്മാരാണ്. ദേവീ ഭടൻ മുറിവേറ്റ ദേവീ ഭടന്മാരെയാണ് കുത്തിയോട്ടക്കാരായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരെ കുളിച്ചതിന് ശേഷം മാത്രമേ ഇനി അമ്പലത്തിനകത്തേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് അതുപോലെ തന്നെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണ് പൊങ്കാല ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ പൊങ്കാല മഹോത്സവത്തിനായിട്ട് 2 ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കുകൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ 2 ദിവസമാണല്ലോ ആറ്റുകാൽ പരിസരം ഒന്നാകെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങുക. നമുക്കറിയാം ക്ഷേത്ര പരിസരം മാത്രമല്ല, ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള വീടുകൾ പോലും ഈ ക്ഷേത്ര പരിസരമായി മാറുന്നൊരു സാഹചര്യം. അതിപ്പോൾ വലുതായി വരുന്നത് കാണാം. ഓരോ വർഷം കഴിയുന്തോറും ഏതാണ്ട് 8-10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാലക്കലങ്ങൾ നിരക്കുക. അവിടങ്ങളിലെല്ലാം ഇത് ക്ഷേത്രഭൂമിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അങ്ങനെ ചുറ്റുപാട് നിന്നും ഉള്ള കാഴ്ചകൾ കൂടി എന്തൊക്കെയാണ് എന്ന് പറയൂ. ഒപ്പം ഇന്ന് ഈ വിവിധ സ്റ്റേജുകളിലായി പ്രധാനപ്പെട്ട കലാപരിപാടികളൊക്കെ ഇന്ന് നടക്കാറുണ്ടല്ലോ, ഇന്നും നാളെയുമൊക്കെയായി. വിവരങ്ങളൊക്കെ പറയൂ. തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഒരു 10-12 കിലോമീറ്റർ ഉള്ളിൽ അല്ലെങ്കിൽ 10-12 കിലോമീറ്ററോളം ദൂരത്തിൽ പൊങ്കാല മഹോത്സവ പൊങ്കാല അടുപ്പുകൾ നിരക്കുന്നൊരു കാഴ്ചയാണ്. നമുക്ക് ക്ഷേത്ര പരിസരത്തിനകത്ത് ഈ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ ആളുകൾ വന്ന് അടുപ്പ് കൂട്ടുകയും അടുപ്പുകൾ പിടിക്കുകയും അതോടൊപ്പം തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേത്രത്തിൽ നിന്നും ഒത്തിരി ദൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ CMT അതോടൊപ്പം തന്നെ കവടിയാറ് അതോടൊപ്പം തന്നെ കനകക്കുന്ന് ആ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ അടുപ്പുകൾ പിടിച്ച് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ അടുപ്പ് ബുക്ക് ചെയ്തിട്ടൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ അല്ലെങ്കിൽ 5-6 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടി അടുപ്പ് പിടിച്ചിട്ടുണ്ട് ഉള്ള അടുപ്പ് കൂട്ടിക്കൊണ്ടുള്ള അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പോലും ക്ഷേത്രത്തിന് പുറത്തെ പ്രധാന വേദികളിലൊക്കെ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഒരു കലാകാരനെ അരങ്ങേറുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യം അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി കാണുന്ന ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിപാടികളും ഇന്നും പ്രശസ്തരായിട്ടുള്ള ഇത്തരത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് പതിവാണ്. അത്തരത്തിലുള്ള വരുന്ന 2 ദിവസങ്ങളും ഉണ്ടായിരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. പ്രധാന വേദികളെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് പ്രധാന വേദി 3 വേദികളിലും ഇത്തരത്തിൽ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നുണ്ട്. 7:30 മണിയോട് കൂടി ആളുകളെ അല്ലെങ്കിൽ ഭക്തരെ കടത്തിവിടും. അത്തരത്തിൽ ഇന്ന് ദുഃഖസൂചകമായതുകൊണ്ട് തന്നെ വൈകിയാണ് ക്ഷേത്രനട തുറന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും ഇന്ന് ക്ഷേത്രത്തിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഈ അക്ഷമരായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കയറി അനുഗ്രഹം തേടാനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല നടക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 ദിവസത്തിനുള്ളിൽ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ഈ 2 ദിവസം ഇനി ഉറങ്ങാതെ അല്ലെങ്കിൽ കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ടുള്ള ആഘോഷ പരിപാടികൾക്ക് പുറമെ 2 ദിവസം ഇനി ഒരുപക്ഷെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരുപക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും യാഗശാലയാകാൻ ഇനി ഏതാണ്ട് 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അനന്തപുരി ഒരു അക്ഷരാർത്ഥത്തിൽ യാഗശാലയാകുന്ന ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ദേവിയുടെ പുണ്യം തേടി പൊങ്കാല ഇടാനായിട്ട് അതോടൊപ്പം തന്നെ പൊങ്കാല നിവേദ്യം അർപ്പിക്കാനായിട്ടും ദേവി നടയിലേക്ക് എത്തുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വളരെ നന്ദി ടിൻഡു വിവരങ്ങൾ നൽകുകയായിരുന്നു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നോക്കൂ, ഓരോരുത്തരുടെയും മുഖത്ത് എത്രത്തോളം ഭക്തിയുണ്ട്. എന്നല്ലേ ടിൻഡു ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, യാഗശാല എന്ന് പറയുന്നത്. പണ്ടുള്ളവർ ഈ ആചാരങ്ങളെ എത്രത്തോളം ശാസ്ത്രവുമായി കണക്ട് ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടിയാണത്. കാരണം ഇത്രയധികം ഇത് ഉപയോഗിക്കുന്നതെല്ലാം ഈ ഉണങ്ങിയ ഓല, ചൂട്ട്, കൊതുമ്പ് എന്ന് പറയുന്ന ഇത്തരം സാധനങ്ങളാണല്ലോ. അതെല്ലാം
ചേർത്ത മൺകലത്തിൽ വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുക അത് അക്ഷരാർത്ഥത്തിൽ അന്തരീക്ഷത്തെ, ഈ ഒരു വേനൽക്കാല അന്തരീക്ഷത്തെ മലിനമുക്തമാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ആ തരത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആചാരങ്ങളും ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നത്. പലപ്പോഴും അത് ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ, സ്വയം ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് എന്ന രീതിയിൽ ആണ് അത് സ്ത്രീകൾ ഈ ദിവസം ആചരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ടിൻഡു സൂചിപ്പിച്ചൊരു 10-12 കിലോമീറ്ററോളം യാഗശാലയായി മാറും ഈ ക്ഷേത്രത്തിന് ചുറ്റും. ഓക്കെ, എന്തായാലും ഓരോ മണിക്കൂറിലും നമ്മൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി തന്നെ നൽകിക്കൊണ്ടിരിക്കും.